വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് പാവറട്ടി പഞ്ചായത്തിന്റെ തൊട്ടു മുമ്പിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രവും അതുപോലെ കംഫർട്ട് സ്റ്റേഷൻ ഉൾപ്പെടുന്ന ആ കെട്ടിടത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു 70-80 വയസ്സോളം പ്രായമുള്ള ഒരു വയോധികൻ മൃതപ്രായനായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ മക്കളും ബന്ധുക്കളും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ കിടന്നിടത്ത് വെച്ച് തന്നെയുള്ള അദ്ദേഹത്തിന്റെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിൽ വളരെ തീർച്ചയായും ദയനീയമായ രീതിയിൽ അവശനായിട്ട് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രദേശവാസികളോട് നമ്മൾ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ വളരെ വർഷങ്ങളായിട്ട് പാവറട്ടി സ്റ്റാൻഡില് കാർ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്നത്തെ അവതരിപ്പിക്കുന്ന വിഷയം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തോളമായിട്ട് ഈ കംഫർട്ട് സ്റ്റേഷന്റെ അല്ലെങ്കിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ സൈഡില് അദ്ദേഹത്തിന്റെ സാധനങ്ങളും അതുപോലെ തന്നെ വസ്ത്രങ്ങളും എല്ലാം ഉണങ്ങിയ ഭാണ്ഡം തലയിൽ വെച്ചുകൊണ്ട് വളരെ മൃതപ്രായനായ രീതിയിൽ ആളുകൾ എന്തെങ്കിലും സഹായിക്കാനുള്ള ആ പഴയ കാലത്തുള്ള കൂടെയുള്ള ഡ്രൈവർമാരുടെ സഹായം കൊണ്ടാണ് അദ്ദേഹം അവിടെ ഇത്രയും ദിവസം കഴിഞ്ഞതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ കിടന്നിടത്ത് തന്നെ കാര്യങ്ങളെല്ലാം സാധിപ്പിക്കുകയും അതുപോലെ തന്നെ മൂത്രവും മറ്റും മലവും മൂത്രവും എല്ലാം അവിടെ കിടന്നിരുന്ന സ്ഥലത്ത് തന്നെ ചെയ്യുന്ന ആ ബുദ്ധിമുട്ട് കൊണ്ട് അദ്ദേഹം താമസിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് ബന്ധുക്കളാരും മക്കളോട് കുറെ ആളുകൾ ഇപ്പൊ പാവറട്ടി സ്റ്റാൻഡിൽ ചായക്കട നടത്തുന്ന ആളുകളും അതുപോലെ തന്നെ അവിടെയുള്ള സന്നദ്ധ സേവകരായിട്ടുള്ള ആളുകളെല്ലാവരും മക്കളുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ മക്കൾക്കെല്ലാം അദ്ദേഹത്തെ ഏറ്റെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, ആ ബാധ്യത ഏറ്റെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞു. അപ്പോ ഇന്നലെ രാവിലെ മുതൽ അദ്ദേഹത്തിന് യാതൊരു വെള്ളം ഒഴിച്ച് ബാക്കിയൊന്നും കഴിക്കാൻ പറ്റാത്ത, അതായത് ആളുകൾ വാങ്ങിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ഭക്ഷണം പോലും ഇറങ്ങാൻ കഴിയാത്തത്ര നിലയിൽ അവശനായ രീതിയിലായിരുന്നു. അപ്പോൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, തിരിഞ്ഞു നോക്കാൻ ബന്ധുക്കൾ തിരിഞ്ഞു നോക്കാൻ നാട്ടുകാരുടെ സഹായങ്ങളെല്ലാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഡ്രൈവർമാരും അവിടുത്തെ പിന്നെ കച്ചവടക്കാരും അവിടെ ചായ കുടിക്കാൻ വരുന്ന ആളുകളെല്ലാം അദ്ദേഹത്തെ പരിചയമുള്ളതുകൊണ്ട് വർഷങ്ങളായിട്ട് പാവറട്ടി സ്റ്റാൻഡിലെ ഡ്രൈവറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സുപരിചിതരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ഭക്ഷണപാനീയങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ കൊടുക്കാനായിട്ട് താല്പര്യം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അത് കഴിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ രാവിലെ മുതൽ അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അപ്പൊ വൈകുന്നേരം വരെ അദ്ദേഹത്തെ ബന്ധുക്കളാരും തിരിഞ്ഞു നോക്കാതെ അദ്ദേഹം ആ കിടപ്പ് കിടന്നപ്പോൾ ഇവിടുത്തെ പൗരാവകാശ സംരക്ഷണ സമിതി അംഗങ്ങള് പാവറട്ടി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന SIയും അതുപോലെ തന്നെ 3 പോലീസുകാരോടും ഈ വിഷയത്തിന്റെ ഗൗരവം ബോധിപ്പിക്കുകയും അവർക്ക് ആ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ രാത്രി ഒരു 8 മണിയോടുകൂടി അദ്ദേഹം SI സാറ് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിക്കുകയും കംഫർട്ട് സ്റ്റേഷനിൽ മൃതപ്രായനായിട്ട് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട രീതിയിൽ ഒരാൾ കിടക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ പരിതാപകരമാണെന്നും SI അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ അദ്ദേഹത്തെ പാലിയേറ്റീവ് സെന്ററിലേക്കോ അതല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ എത്തിക്കണമെന്നും, അല്ലെങ്കിൽ ആ കിടപ്പ് ഈ തണുപ്പുള്ള സമയത്ത് പുതപ്പ് പോലും ഉപയോഗിക്കാതെ അദ്ദേഹം അവിടെ കിടന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മരണം വരെ സംഭവിക്കാം. അപ്പോ SI സാറിന്റെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് അരമണിക്കൂറിനുള്ളിൽ തന്നെ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിന്റെ ഭർത്താവും അതുപോലെ തന്നെ ചില സന്നദ്ധ പ്രവർത്തകരും എല്ലാം അവിടെ വരികയും അദ്ദേഹത്തിന് വേണ്ടതായുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും ഉണ്ടായി. അതേസമയത്ത് തന്നെ 9:30 ആവുന്ന ടൈമിൽ പോലീസുകാർ വീണ്ടും അത് സ്റ്റേഷനിലെ പോലീസ് ജീപ്പിൽ വന്നും കണ്ടിട്ട് ആ വിഷയങ്ങൾ അവർ ഗൗരവപരമായിട്ട് അവരതിൽ ഇടപെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോ ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള ഒരാളുടെ നമ്പർ കണ്ടെത്തി പോലീസുകാർ അദ്ദേഹത്തെ വിളിച്ച് വിവരങ്ങൾ അദ്ദേഹത്തിന്റെ രോഗസ്ഥിതിയും മറ്റുമെല്ലാം വിശദീകരിച്ചു. അപ്പൊ അതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം വീടുമായിട്ട് അകന്നു നിൽക്കുകയാണ്, എന്തെങ്കിലും കേസോ മറ്റോ ആയിട്ട് കുടുംബക്കാരുമായിട്ടെല്ലാം വിട്ടുപിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ പോലീസുകാർ അദ്ദേഹത്തെ അവരെ ബന്ധുക്കളെ പറഞ്ഞ് മനസ്സിലാക്കിയത്, നിങ്ങൾ തമ്മിൽ എന്ത് വൈരാഗ്യമോ പ്രശ്നമോ ഉണ്ടെങ്കിലും അതൊന്നും ഈ സമയത്ത് അദ്ദേഹം കിടപ്പിലാണ്, വളരെയധികം മൃതപ്രായനാണ്, അദ്ദേഹത്തിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കാനായിട്ട് നിങ്ങൾ താല്പര്യമില്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെ ഓഫീസുകളിലോ മറ്റോ അദ്ദേഹത്തെ എത്തിച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അദ്ദേഹത്തിന് വേണ്ട ചികിത്സ നൽകുകയും അദ്ദേഹത്തിന് പാർപ്പിടവും അതുപോലെ തന്നെ ഭക്ഷണവും മരുന്നും കൃത്യമായിട്ട് നൽകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ഗൾഫിലുള്ള മക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന 12:30 വരെ അദ്ദേഹം അവിടെ കംഫർട്ട് സ്റ്റേഷനിൽ ഇപ്പോഴും അവിടെ ഇരിപ്പിലാണ്. പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എല്ലാം ഇടയ്ക്ക് വന്ന് അദ്ദേഹത്തെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഇളവള്ളിയിലുള്ള
ഈ സാമൂഹ്യ ഇത്തരം ആളുകളെ പാർപ്പിക്കുന്ന ആ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാം എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോ അദ്ദേഹത്തിന്റെ മക്കളോടും ബന്ധുക്കളോടും നമുക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ പേരും കാരണം നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അവരുടെ ആ രീതിയിൽ അവരെ ടോർച്ച് ചെയ്യാനോ മറ്റോ വേദനിപ്പിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കൾ ഒരിക്കലും ഒറ്റയടിക്ക് നമ്മൾ ഇത്തരത്തിൽ ഒരു എഞ്ചിനീയറോ അതല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടറോ ആവുന്നില്ല. അവർക്ക് 9 മാസം അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട്, ആ 9 മാസം ഉദരത്തിൽ കിടന്ന അമ്മ മാത്രമല്ല, ആ കിടക്കുന്ന സമയത്ത് അമ്മക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കരുതലും ചെയ്തു കൊടുക്കുന്ന ആ അച്ഛന്റെ വേദന കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒറ്റയടിക്ക് നിങ്ങൾ ഒരിക്കലും ഇന്ന് നിങ്ങൾ എത്തിപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ ആയിട്ടില്ല. നിങ്ങൾക്ക് അച്ഛന്റെ ആ സ്നേഹവും അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ കരുതലും ലാളനയും ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇന്ന് നിങ്ങൾ എത്തപ്പെട്ട സ്ഥിതിയിലേക്ക് എത്തില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മക്കൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പൊ ഇതിനോട് അനുബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേഴാമ്പലിന് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. വേഴാമ്പല്, അതിന്റെ പെൺവേഴാമ്പല് അത് മുട്ടയ്ക്കടയിരിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ആ പൊത്തില് അതിന്റെ കൊക്ക് മാത്രം പുറമെ വെച്ചുകൊണ്ട് അത് ഉള്ളില് മൊത്തം പാക്ക് ചെയ്തിട്ട് ഇരിക്കുന്നതായിട്ടാണ് ഈ പക്ഷി നിരീക്ഷകരുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളിൽ നിന്ന് വായിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ആൺവേഴാമ്പലാണ് ഓരോ സമയത്തും ഈ പെൺവേഴാമ്പലിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ റൊട്ടീൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ യാത്രയില് ഈ ആൺവേഴാമ്പലിന് എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ ആ അവസ്ഥയിൽ പെൺവേഴാമ്പല് ആ കൂട്ടിലിരുന്ന് ചത്തുപോവുകയാണ് ഉണ്ടാവുക. അപ്പൊ അടയിരുന്ന ആ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ആ അമ്മയും ദാരുണമായിട്ട് മരിക്കും. അപ്പൊ ഈ വേഴാമ്പലിന്റെ പോലെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാരും. അതായത് ആ 9 മാസം അല്ലെങ്കിൽ ആ സമയം ഇത്ര ചെറുപ്പത്തിലും ഇത്ര വലുതാവുന്ന വരെ അച്ഛന്റെ ലാലനവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും പ്രയത്നവും കൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്തൊക്കെ ഇന്ന് ഈ നിലയിലായിട്ടുണ്ടോ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ അച്ഛന്റെ പ്രയത്നം ഒരു ഘടകം തന്നെയാണ്. അത് നിങ്ങൾക്ക് ഒരിക്കലും നിഷേധിക്കാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യമോ വൈരാഗ്യമോ കേസോ ഉണ്ടെങ്കിലും അദ്ദേഹം തളർന്ന് കിടപ്പിലായി കഴിഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നത് വളരെ മോശമാണ്. മോശമെന്ന് പറഞ്ഞാൽ സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന മെസ്സേജ്, നിങ്ങൾ എത്ര ഉന്നതരായാലും എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവരായാലും നിങ്ങളെ സമൂഹം അത്തരത്തിലാണ് നിങ്ങളെ വിലയിരുത്തുക. അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ തന്നെ ഒരു അച്ഛൻ മൃതപ്രായനായി കിടക്കുന്ന അച്ഛന്റെ അടുത്തത് മകൻ തൊട്ടടുത്തുള്ള ശ്മശാനത്തിൽ പോയിട്ട് ചെറുതായിട്ട് കുഴി ഉണ്ടാക്കുന്നത് ആ മകന്റെ, അതായത് ഇപ്പൊ മൃതപ്രായ കിടക്കുന്ന അച്ഛന്റെ മകൻ ചെറിയ മകന്റെ ശ്രദ്ധയിൽപ്പെടുകയും ആ ചെറുമകൻ അച്ഛനോട് ചോദിച്ചു, എന്തിനാണ് അച്ഛാ ഇത്തരത്തില് കുഴി വെട്ടുന്നത്? അപ്പോ ചെറുമകനോട് അച്ഛൻ പറഞ്ഞു, വലിയച്ഛൻ, അതായത് അച്ഛന്റെ അച്ഛൻ മൃതപ്രായനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ മരിച്ചു കഴിഞ്ഞാല് കുഴി വെട്ടുന്നതിന് വേണ്ടി കുഴിവെട്ടുകാർക്ക് കാശ് കൊടുക്കുന്നത് പോലും പൈസ ചെലവാക്കാൻ മടിയുള്ള മകൻ ആ കുഴി ഓരോ ദിവസം വന്ന് കുഴിക്കുന്നതായിട്ട് ചെറുമകന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പൊ പിറ്റേ ദിവസം ഈ ചെറുമകൻ അച്ഛനോടൊപ്പം ഞാനും എന്ത് വെച്ചാ എന്ന് പറഞ്ഞിട്ട് ആ ശ്മശാന ഭൂമിയിലേക്ക് വരികയും ആ ചെറിയൊരു അദ്ദേഹത്തിന് മകന് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ചെറിയൊരു കൈക്കോട മറ്റേ മൺവെട്ടിയുമായിട്ടാണ് ഈ ചെറുമകൻ അച്ഛന്റെ കൂടെ വരുന്നത്. അപ്പൊ അച്ഛൻ എടുക്കുന്ന കുഴിയിൽ കുഴിക്കുമെന്നാണ് അച്ഛൻ പ്രതീക്ഷിച്ചത്. പക്ഷെ തൊട്ടപ്പുറത്താണ് ഈ ചെറുമകൻ കുഴി കുഴിച്ചത്. അപ്പൊ ചെറുതായിട്ട് കുഴി ഇങ്ങനെ വെട്ടുമ്പോൾ അച്ഛൻ ചോദിച്ചു, അല്ല നീ ആർക്ക് വേണ്ടിയാണ്, നീ എന്തിനാണ് അപ്പുറത്തൊരു കുഴി വെട്ടുന്നത്? അപ്പൊ ഈ ചെറുമകൻ പറഞ്ഞു, കുറച്ചു കഴിയുമ്പോൾ അച്ഛനും ഇതേപോലെ വാർദ്ധക്യം വന്ന അസുഖം വന്നാൽ അപ്പൊ എനിക്ക് കുഴി ഉണ്ടാക്കണ്ടല്ലോ, അപ്പൊ ഇപ്പൊ തന്നെ അച്ഛന് വേണ്ടിയിട്ടുള്ള കുഴി വെട്ടുകയാണെന്നാണ് ഈ ചെറുമകൻ അച്ഛനോട് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്നുള്ള വളരെ സ്പഷ്ടമായിട്ടുള്ള മെസ്സേജ്, നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ പെരുമാറുന്നത് അതേ രീതിയിലാണ് നമ്മുടെ മക്കൾ ഇത് കണ്ട് നമ്മളോട് പെരുമാറുക. അത് വളരെ ശക്തമായൊരു മെസ്സേജാണ്. അപ്പൊ നിങ്ങൾ ഈ അച്ഛന്റെ ബാധ്യതകളോ മറ്റോ സാമ്പത്തികമോ ഒന്നും ഏറ്റെടുത്തില്ലെങ്കിലും അവരെ ഓർഫനേജിലോ അതല്ലെങ്കിൽ ഈ ഓൾഡ് ഏജ് ഹോമിലോ അതല്ലെങ്കിൽ ഇപ്പോ ഒരുപാട് പുതുവനശ്ശേരിയിലുള്ള ആ പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള പാലിയേറ്റീവ് സെന്ററിലെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ അറിയാൻ കഴിഞ്ഞത് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തിന് അപ്പുറം മാത്രമേ അവിടെ കിടത്തി ചികിത്സ സാധ്യമാവുകയുള്ളൂ. അതിനുള്ള കാര്യങ്ങൾ അവർ യുദ്ധകാലാടിസ്ഥാനത്തിൽ അവരവിടെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇദ്ദേഹത്തെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വിഷയം, മക്കളാണ് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഇടപെട്ടിട്ട് അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും സാമൂഹിക സംഘടന നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുടെ അടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പാർപ്പിടവും ഭക്ഷണവും നേരത്തിന് മരുന്നും കിട്ടിയാൽ തന്നെ അദ്ദേഹം നിങ്ങളോട് കൃതാർത്ഥനായിരിക്കും. അപ്പോൾ മക്കൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരിക്കലും ബന്ധുക്കൾക്കും മക്കൾക്കും ഒരിക്കലും ഒഴിഞ്ഞു പോകാനായിട്ട് സാധിക്കില്ല. അപ്പോ ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി ഉടനെ തന്നെ രാത്രിയിൽ തന്നെ നടപടിയെടുത്ത പാവറട്ടി ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ SIക്കും അതുപോലെ തന്നെ പോലീസുകാർക്കും ഇത്തരം നന്മയിൽ കൂട്ടുചേർന്ന അവർക്ക് വലിയൊരു സല്യൂട്ട്.
കാരണം ആ സമയത്ത് അവർ ആ പരാതി കേട്ടുകൊണ്ട് ഉടനടി പ്രസിഡന്റിന് ബന്ധപ്പെട്ടവരെയും അവരുടെ ബന്ധുക്കളെയും വിളിച്ചറിയിക്കുക മാത്രമല്ല, രാത്രി 9:30 സമയത്ത് അവർ നേരിട്ട് പാവർട്ടി ബസ് സ്റ്റാൻഡിൽ വന്ന് വിഷയങ്ങൾ അന്വേഷിക്കുകയും അവിടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭർത്താവും അടങ്ങുന്ന സന്നദ്ധ പ്രവർത്തകരെല്ലാം ഉണ്ടായിരുന്നു. അവരുമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിട്ട് അറിയാൻ കഴിഞ്ഞു. കൂടാതെ ഇന്ന് ഉച്ചയോടെ അദ്ദേഹത്തെ എളവള്ളിയിലുള്ള ഇത്തരത്തിലുള്ള ആളുകളെ പാർപ്പിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ മക്കളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്കും വാർദ്ധക്യം വരും. ഈ അവസ്ഥയിൽ നിങ്ങളുടെ മക്കള് നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ കാണിക്കുന്ന അതേ തിരിച്ച് കാര്യങ്ങൾ തന്നെയാണ് നാളെ നിങ്ങളുടെ മക്കളും നിങ്ങളോട് പ്രവർത്തിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള അവശരായ ആളുകളെ, അതല്ലെങ്കിൽ അവരെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല നമുക്ക് കരുതുന്നിടത്താണ് നമ്മൾ അവരെ ഒഴിവാക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ മക്കളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇത്തരത്തിൽ പ്രായമായ ആളുകളെ ഇത്തരത്തിൽ ബസ് സ്റ്റാൻഡുകളിലോ മറ്റോ വിട്ടയക്കാതെ അവരെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിലോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലോ ആക്കുക. അത്രയെങ്കിലും ദയ നിങ്ങൾ എത്രയും വളർത്തി വലുതാക്കിയ അച്ഛനോടും അമ്മയോടും ചെയ്യുക എന്നത് ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എന്ന നിലയിൽ നിങ്ങളുടെ ബാധ്യതയാണെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു.